അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യപ്രദമായ മതം ശുദ്ധമായ ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് നാം വിശുദ്ധ ഇസ്ലാമിൻ്റെ ആദർശങ്ങളെ നാം അടിവരയിട്ട് അംഗീകരിക്കുകയും ഇസ്ലാം പഠിപ്പിച്ചതായ കാര്യങ്ങളെ അംഗീകരിച്ച് ജീവിക്കുവാനും നാം ശ്രമിക്കുക. വിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ പ്രോത്സാഹിപ്പിക്കുന്നു. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെൻ്റെ മതമെന്നാണ് വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, സ്ത്രീകളോ കുട്ടികളോ ഉണ്ടോ എങ്കിൽ യുദ്ധത്തിൽ, വൃദ്ധരായ ആൾക്കാരോ ഉണ്ടോ എങ്കിൽ അവരെ നിങ്ങൾ ഉപദ്രവിക്കുകയോ അവരെ വധിക്കുകയോ ചെയ്യല്ലെന്ന് പഠിപ്പിച്ചതായ നേതാവാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുപോലെ തന്നെ തീരെ ബദറിൻ്റെ രണാങ്കണത്തിൽ തന്നെ യുദ്ധത്തിനൊരുങ്ങിയത് വിശുദ്ധ ഇസ്ലാമിന് ഇവിടെ നിലനിൽപ്പില്ലാത്തതായ ഒരു അവസ്ഥയിലാണ്. തീരെ നിൽക്കാൻ തൻ്റെ ശരീരത്തിനും സ്വത്തുക്കൾക്കും ബുദ്ധിമുട്ടാകുന്നതായ രീതിയിൽ ശത്രുക്കൾ അതിക്രൂരമായി ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചപ്പോഴാണ് വിശുദ്ധമായ ഇസ്ലാം ഇവിടെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതായ രീതിയിൽ നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും. അങ്ങനെ നാം വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ കാഫിരീങ്ങളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഞാൻ ആരാധിക്കുന്നില്ല നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെ എന്നാണ് വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതായ രൂപത്തിൽ നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ.